കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ലൊരു മോരുകറിയാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം, ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈ മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് വെള്ളരിക്കയാണ് വേണ്ടത്. പാകത്തിന് വിളഞ്ഞ വെള്ളരിക്ക വേണം ഈ കറി തയ്യാറാക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ല പഴുത്തിട്ടില്ല എന്നാൽ ഇളയതുമല്ല, ഈ പാകത്തിലുള്ള വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി എടുത്ത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ കുമ്പളങ്ങയും ഒക്കെ മോരുകറി തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ കറിയും വളരെ ടേസ്റ്റിയാണ്, എന്നാൽ സിമ്പിളുമാണ് കേട്ടോ. അതിനായിട്ട് ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു. തോലൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്കോ ഒരു കടായിലേക്കോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കണം. മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. എന്നാൽ മുളക് പൊടിയുടെ കുത്തൊന്നും വരാൻ പാടില്ല. ഈ കറിയുടെ രുചി കിട്ടണമെങ്കിൽ അധികം മുളക് പൊടിയൊന്നും ചേർക്കണ്ട. പച്ചമുളകൊക്കെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം കളറി ഇരുന്നോട്ടെ കേട്ടോ, അപ്പോഴാണ് ഈ കറി കാണാനൊരു രസം ഉണ്ടാവുക. ഒരല്പം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്, എന്നാലും ഒരല്പം ചേർക്കാം. ഇനി വെള്ളരിക്കയിലേക്ക് പിടിക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വേവുമ്പോൾ തന്നെ അതിലേക്ക് പിടിക്കണം കേട്ടോ. പിന്നെ അരപ്പും തൈരൊക്കെ നമ്മൾ ചേർത്ത് കൂടുതൽ തിളപ്പിച്ച് വെള്ളരിക്കയിലേക്ക് പിടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ പാകത്തിന് ചേർക്കണം. ഒരല്പം കൂടിയാലും അരപ്പും ഒക്കെ ചേർക്കുമ്പോൾ പാകമായിട്ടുണ്ടാവും. ഇനി കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരല്പം കൂടുതൽ മാത്രം ഒഴിച്ചാൽ മതി. അധികം ചേർക്കണ്ട കേട്ടോ. വെള്ളം അങ്ങ് വറ്റിച്ചൊന്നും എടുക്കണ്ട. കഷ്ണങ്ങൾ വേവുമ്പോൾ തന്നെ വറ്റി വരണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല വിളഞ്ഞ തേങ്ങ ചിരവി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു ചെറിയൊരു കപ്പോളം തേങ്ങ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് കുറുകിയ ജാറിൽ ഇത് നല്ല രുചികരമായിട്ട് തോന്നുക. പിന്നെ ഒരല്പം ജീരകം, നല്ല ജീരകം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ജീരകം തേങ്ങയുടെ കൂടെ ആദ്യം നമുക്കൊരല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടില്ലേ ഇതേപോലെ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് രുചി ഏറുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ 2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, എന്നാൽ അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ചേർത്തു. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് തിളപ്പിച്ച് വെക്കാം. ഞാനിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്തു. എന്നാൽ വെള്ളരിക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി വെന്താൽ തന്നെ മതി, സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. ഈ സമയം നമുക്ക് 1 കപ്പ് തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയെല്ലാം ഉടച്ചെടുക്കണം. അധികം പുളിയുള്ള തൈര് വേണ്ട, പാകത്തിന് പുളിയുള്ളത് മതി. മിക്സിയിലിട്ട് അടിച്ച് വെള്ളം പോലെ ഒന്നും ആക്കണ്ട. നമ്മൾ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ്ക് വെച്ചോ കപ്പിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതി. കുറച്ച് കട്ടിയായിട്ട് ഇരുന്നോട്ടെ. അപ്പോഴേക്കും കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. തൈര് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ തിളച്ച സമയത്ത് തന്നെ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് കുറുകി വരും. എല്ലാം കൂടി ഒന്ന് തേങ്ങയും തൈരും എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. തേങ്ങ ചേർത്ത കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ പച്ച ചൊവയും ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് എല്ലാം മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സമയം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
കൂടുതൽ വെള്ളം പോലെ ആക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടെന്ന് അടിച്ച് വെള്ളം പോലെ ആക്കണ്ട, വിസ്ക് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതാ കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണം. ചട്ടിയിൽ കറി നന്നായി തിളച്ച് കിടക്കുന്നതാണ്, തൈര് തിളച്ച് പിരിയിക്കണ്ട. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്.